ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടർക്കും സാന്ത്വന സീരിയലിലെ പുതിയൊരു റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ ഇതിന്റെ പാണ്ഡ്യൻ സ്റ്റോർ 2 ഭാഗം കൂടെയാണ് ഇതിന്റെ കൂടെ റിവ്യൂ ആയിട്ട് പറയണത്. അങ്ങനെ ദേവിയുടെ കുഞ്ഞ് നഷ്ടപ്പെട്ട കാര്യം മിത്ര അറിയാണ്. മിത്രക്ക് ആകെ വിഷമമാട്ടോ. മിത്ര അത് അലോകിനോട് ചോദിക്കാമെന്ന് പറഞ്ഞു പോകുമ്പോഴേക്കും ആര്യം പറയണ്ട, ഇപ്പൊ നീ അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കണ്ട, അവിടെയുള്ള ആൾക്കാരൊന്നും ഇപ്പൊ അറിഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു ഈ പ്രശ്നം. പിന്നെ ആലോകിനെ കൊടുക്കേണ്ട രീതിയിൽ ഞാനും ആകാശേട്ടനും കൊടുത്തിട്ടുണ്ട്, ഇപ്പൊ നീ അതിനെ കുറിച്ച് ചോദിക്കാൻ പോവണ്ടെന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തിയേക്കാണ് നമ്മുടെ മിത്രേനെ ആര്യൻ. പക്ഷെ മിത്ര അങ്ങനെ അടങ്ങിയിരിക്കും തോന്നുന്നുണ്ടോ? മിത്രക്ക് നമ്മുടെ ദേവിനെ കാണുമ്പോ വിഷമം കൂടി കൂടി വരുവാണ്. ദേവിക്ക് നമ്മുടെ മിത്ര ഒരു വാക്ക് കൊടുക്കാണ്. ദേവിയെടുത്തിന് ഈ ഒരു വിഷമാവസ്ഥയെ തള്ളിവിട്ട അലോകിനെ ഞാൻ വെറുതെ വിടില്ല. ദേവിയെടുത്തി അവൻ ഈ ചെയ്തതിന് ഞാൻ എണ്ണി 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 പകരം ചോദിച്ചിരിക്കും. ദേവിയെടുത്ത് നോക്കിക്കോ എന്ന് പറയാണ്. ഇത് കേൾക്കണ അനുക്കുട്ടി ഒരു തീരുമാനം എടുക്കാണ്. വേറൊന്നുമല്ല, താനും ചെറിയൊരു കാരണം താനാണല്ലോ. താൻ അലോകിനെ പ്രണയിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഒരിക്കലും അലോക് ആ വീട്ടിൽ വരില്ലായിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അലോകിനെ വെച്ച് തന്നെ പകരം വീട്ടാൻ വേണ്ടി അനുവും തീരുമാനിക്കുകയാണ്. പക്ഷെ അതിനെ പെട്ടെന്ന് നടക്കുന്ന കാര്യം എന്ന് പറയണത് കുറച്ചു കാര്യങ്ങളുണ്ട്, എന്നാലും അത് നോക്കാമെന്ന് അനു വിചാരിക്കേണ്ട. അങ്ങനെയാണ് നമ്മുടെ ബാലൻ ഒരു ആലോചന അനുവിനെ കൊണ്ടുവരുന്നത്. അനുക്കും ആ ചെക്കനെ ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെ വീട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെടും, പെണ്ണിനെയും ചെറുക്കനെ ഇഷ്ടപ്പെടും. വിവാഹവും നടത്താനുള്ള ദിവസവും കുറിപ്പിക്കും. വിവാഹത്തിന്റെ ആ ഒരു മുഹൂർത്ത സമയത്ത് അനുവിനെ തട്ടിക്കൊണ്ടു പോവാണ് അലോക്. എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോ അനു പറയണ്ട, ഇതൊക്കെ നിന്റെ തന്ത്രമാണ്, വിവാഹം മുടക്കാനുള്ള തന്ത്രം. നീ എന്നെ ഒരിക്കൽ പോലും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടില്ല എന്ന് അനു പറയുമ്പോ അലോക് പറയണ്ട, നീ പറഞ്ഞല്ലോ വിവാഹം മുടക്കാനുള്ള തന്ത്രമാണെന്ന്. നിന്റെ അച്ഛനെ നാണം കെടുത്താൻ വേണ്ടി, ആ വിവാഹം മുടക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തെന്ന്. അതേടി, വിവാഹം മുടക്കാൻ വേണ്ടി തന്നെ ഞാൻ ഇങ്ങനെ ചെയ്ത്. ഇപ്പൊ മുഹൂർത്ത സമയം കഴിഞ്ഞു. ഇപ്പൊ നാട്ടുകാർക്കൊക്കെ നിന്റെ അച്ഛനും അമ്മയും ഒരേന്നൊക്കെ പറഞ്ഞിരിക്കുക, അയ്യോ അവൾ ഒളിച്ചോടി പോയേ, അപ്പുറത്തെ വീട്ടിൽ അലോകായിട്ട് ഒളിച്ചോടി പോയേ എന്നൊക്കെ നാട്ടുകാർ തന്നെ കഥ ഉണ്ടാക്കിക്കോളും. അതുകൊണ്ട് തന്നെ നീയും നിന്റെ വീട്ടുകാരും നാണം കെടാൻ പോകുവാണ് എന്നിങ്ങനെ പറയാട്ടോ. ഇത് കേൾക്കണം നമ്മുടെ അനു ആണെങ്കിൽ ശരിയാണ് ഈ അലോക് പറഞ്ഞത്. ഇപ്പൊ തന്നെ മുഹൂർത്ത സമയം കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ വിവാഹം മുടങ്ങി. പക്ഷെ നാട്ടുകാരെന്താ പറയാ, അനു മോള് അപ്പുറത്തെ അലോകിന്റെ കൂടെ ഒളിച്ചോടി പോയെന്ന്. അപ്പൊ ആ ഒരു നാണക്കേട് മാറ്റണമെന്നുണ്ടെങ്കിൽ, അലോകിന് ഒരു പണി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ അവിടെ ഒരു അലോകിന്റെ കയ്യിൽ ഒരു താലി ഉണ്ടാവും, താലി കെട്ടാൻ വന്നെന്നൊക്കെ പറഞ്ഞിട്ടാണ് അലോക് അനുവിനെ കൊണ്ടുവരുന്നത് കേട്ടോ, തട്ടിക്കൊണ്ടുവരുന്നത്. അങ്ങനെ അലോകിന്റെ പോക്കറ്റിൽ നിന്ന് താലിമാല എടുത്തിട്ട് നമ്മുടെ അനു തനിയെ അനുവിന്റെ കൈ വെച്ചിട്ട് തന്നെ അനു കഴുത്തിലേക്ക് ഇടാണ്. അലോക് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാടി താലിമാല കഴുത്തിലേക്ക് ഇട്ടത്? ഇത് നീ കിട്ടിയ താലിയാണ് എന്ന് അനു പറയുന്നുണ്ട്. ഞാൻ നിന്നെ വിവാഹം കഴിച്ചിട്ടൊന്നുമില്ല, നീ എന്നെ വിവാഹം കഴിച്ചു. ഞാൻ നിന്റെ ഭാര്യയാണിപ്പോ, നീ എന്റെ ഭർത്താവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അലോകിനെ കൂട്ടിക്കൊണ്ട് വിവാഹം മുടങ്ങിയ ആ ഒരു പന്തലിലേക്ക് അനു വരുവാണ്. അലോകിനെ അനുവിനെ ഒരുമിച്ച് കാണുമ്പോ തന്നെ ഗോമതി അനുവിന്റെ മോഹത്തൊക്കെ ഒരുപാട് അടിക്കുന്നുണ്ട് കേട്ടോ. ഗോമതി മാത്രല്ല, എല്ലാവരും വഴക്കൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അനു നമ്മുടെ അലോകിനെ വിവാഹം കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടൊരു കഥ അവിടെ പറയാണ്. എനിക്ക് അലോക് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല, അതുകൊണ്ടിട്ടാണ് അലോകിനെ വിവാഹം കഴിച്ചെന്ന് പറഞ്ഞിട്ട് ഒരുപാട് നുണക്കഥയൊക്കെ പറയുന്നുണ്ട്. അതല്ല എല്ലാവരും വിശ്വസിക്കും. പക്ഷെ അലോകിന് അറിയാൻ സത്യം എന്താണെന്ന്. അലോകിനെയും അനുവിനെയും അവിടെ നിന്ന് പടിയിറക്കി വിടാണ് നമ്മുടെ ഗോമതിയും അതുപോലെ തന്നെ ബാലനും കൂടിയിട്ട്. അനുക്കറിയാം അതൊക്കെ അങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുള്ളൂ എന്ന്. ശേഷം അനു അലോകിനെയും കൂട്ടിക്കൊണ്ട് കൃഷ്ണമംഗലത്തേക്ക് പോകണം. അപ്പൊ അവരുടെ വിശ്വാസം എന്താണ്, ഇവരുടെ കല്യാണം കഴിഞ്ഞ രീതിയാണല്ലോ. അവർ രണ്ടുപേരും സ്വീകരിക്കാണ് കൃഷ്ണമംഗലം. പിന്നീട് അവിടെ നിന്ന് അനുവിന്റെ വേറൊരു മുഖമാണ് അലോക് കാണാൻ പോണേട്ടോ. വേറൊന്നുമല്ല, രാവിലെ തന്നെ അനു ആണെന്നുണ്ടെങ്കിൽ അലോകിന്റെ ക്രെഡിറ്റ് കാർഡ് എടുത്തോണ്ട് ഷോപ്പിങ്ങിനാണെന്ന് പറഞ്ഞു പോകും. അലോകിന്റെ ക്രെഡിറ്റ് കാർഡിൽ എത്ര രൂപ മാക്സിമം വലിക്കാവോ അത്രയും വലിച്ച് സ്വർണമായിട്ടും ഷോപ്പിംഗ് ആയിട്ടും മേക്കപ്പ് സാധനങ്ങളായിട്ടും അതുപോലെ തന്നെ എന്തൊക്കെ മേടിക്കാവോ അതൊക്കെ മേടിക്കാണ്. അലോകിനൊരു കട കെണിയിൽ കൊണ്ട് വീഴ്ത്താണ് അനു. അത് മാത്രല്ല, അലോക് കൂട്ടിക്കൂട്ടി വെച്ചിരുന്ന പൈസ എല്ലാം തന്നെ എടുത്ത് പല ആവശ്യങ്ങൾക്കുമായിട്ട് എടുക്കാണ് നമ്മുടെ അനു കേട്ടോ. അങ്ങനെ ക്രെഡിറ്റ് കാർഡിൽ ഇത്രയും രൂപ പോയി കാര്യം അലോകിന് അറിയില്ല. ബാങ്കുകാർ വന്നിട്ട് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൽ ഇങ്ങനെ പൈസ കൂടി പോയിട്ടുണ്ട്, അടക്കണമെന്ന് പറയുമ്പോഴാണ് ഇത്രയും ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യത അനു വരുത്തി വെച്ചെന്ന് അലോകിനെ മനസ്സിലാവണത്. പിന്നെ അലോകിന്റെ പേരിൽ പല സ്ഥലങ്ങളിൽ പോയിട്ട് അനു പൈസയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അനു ആണെന്നുണ്ടെങ്കിൽ അലോകിനെ കൊടുക്കാവുന്ന പണി എന്തൊക്കെയാണോ അതൊക്കെ കൊടുക്കുന്ന ഭാഗമാണ് കാണാൻ പോകുന്നത്. പിന്നെ കുറച്ചു സമയം മനസ്സിലാവും കേട്ടോ അലോകിനെ വിവാഹം കഴിച്ചത് ഈ ഒരു പണി കൊടുക്കാനായിട്ടാണ് എല്ലാവർക്കും മനസ്സിലാവും. പിന്നെ അനുടുത്തുള്ള ദേഷ്യമൊക്കെ എല്ലാവർക്കും തീരും. അപ്പൊ അങ്ങനത്തെ ഭാഗമൊക്കെയാണ് തമിഴിൽ ശരിക്കും ഉള്ളത് കേട്ടോ. മലയാളത്തിൽ എങ്ങനെയാവും എന്നുള്ളത് കാത്തിരുന്ന് കാണാം. ഇതിങ്ങനെ തന്നെ ആവാനേ ചാൻസ് ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.